നമസ്കാരം. ന്യൂസ് റൂം ലൈവ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഗുരുവായൂര് അല്ലെങ്കിൽ ശബരിമല ഇന്ന് ഹിന്ദുക്കളാണ് ഉപയോഗിക്കുന്നത്. അത് ബുദ്ധവിഹാരമാണ്. ധർമ്മശാല, ധർമ്മടം, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇന്ത്യയിൽ പരിശോധിച്ചാൽ ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും ആരാധനാ കേന്ദ്രങ്ങളാണ് പിന്നീട് അമ്പലങ്ങളായി മാറിയത്. ശബരിമല പഴയ ബുദ്ധവിഹാര കേന്ദ്രമെന്ന കാന്തപുരത്തിന്റെ മകൻ. പലയിടത്തും ഭൂമിയിളക്കി പരിശോധിച്ചാൽ പലതും കിട്ടും. പിടിയില്ലാത്ത അരിവാളിനെ വേണമെങ്കിൽ ചന്ദ്രക്കലയെന്ന് പറയാം. പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം ഗ്യാൻവാപ്പി മസ്ജിദിന്റെ സ്വഭാവം മാറ്റാൻ കോടതിക്കാവില്ല എന്നും അബ്ദുൽ ഹക്കീം അസ്കരി. തെരഞ്ഞെടുപ്പിനൊരുങ്ങാൻ കോൺഗ്രസ് മഹാജനസഭ ഇന്ന് തൃശൂരിൽ. മല്ലികാർജ്ജുൻ ഖർഗെ പങ്കെടുക്കും. കോട്ടയം UDF സീറ്റ് ഏതാണ്ട് ഉറപ്പിച്ച് ഫ്രാൻസിസ് ജോർജ്. ഫ്രാൻസിസിനായി പിടിമുറുക്കി PJ ജോസഫ്. തീരുമാനമെടുക്കാൻ നാളെ ഉന്നതാധികാര സമിതി. കേരളത്തിൽ ഇപ്പോൾ ഈ ബജറ്റിലൊന്നുമില്ലല്ലോ. കേരളത്തിൽ പല കാര്യങ്ങളും ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ എയിംസ് എല്ലാ തവണയും പറയുന്നതാണ്. അതുപോലൊക്കെയുള്ള വളരെ ലഭിക്കേണ്ടതായിട്ടുള്ള അവകാശങ്ങളുണ്ടല്ലോ, കേരളത്തിൻ്റെ വിഹിതമുണ്ടല്ലോ, അത് ലഭിക്കുന്ന കാര്യത്തിൽ പോരായ്മകളുണ്ട്. കേരളത്തിന് അർഹമായ പലതും കേന്ദ്രം തരുന്നില്ല എന്ന അബ്ദുൾ സമദ് സമദാനി. കേന്ദ്ര മതത്തെ ദുരുപയോഗം ചെയ്യുന്നു. പല നയങ്ങളും മുസ്ലിങ്ങൾക്കെതിരെ. രാഹുൽ ഗാന്ധി പ്രത്യാശയെന്നും സമദാനി ന്യൂസ് 18നോട്. ഇന്ത്യ മുന്നണിയിൽ അടുത്ത വിള്ളൽ. ഭാരത് ജോഡോ യാത്രയിലേക്ക് ക്ഷണമില്ല എന്ന അഖിലേഷ് യാദവ്. ക്ഷണം ചോദിച്ചു വാങ്ങുന്നത് എങ്ങനെയെന്നും ചോദ്യം. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സംസ്ഥാന ബജറ്റ് നാളെ. ജനക്ഷേമ പദ്ധതികൾക്ക് സാധ്യത. വരുമാനം വർദ്ധിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങൾക്ക് വെല്ലുവിളി. തണ്ണീർക്കൊമ്പന്റെ ശരീരത്തിൽ പെല്ലറ്റ് കൊണ്ട പാടുകൾ. തുരത്താൻ ഉപയോഗിച്ചതാകാമെന്ന് സംശയം. രണ്ട് വാഹനാപകടങ്ങളിൽ 3 മരണം. കോതമംഗലത്ത് ബൈക്ക് അപകടത്തിൽ 2 മരണം. തൈക്കുടത്ത് ബൈക്ക് മെട്രോ തൂണിലിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ബുദ്ധവിഹാരമായ ശബരിമല ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഹിന്ദുക്കളാണെന്നും ഭൂമിയിളക്കി പരിശോധിച്ചാൽ പലതും കിട്ടുമെന്നും സുന്നി യുവജന സംഘം നേതാവ് ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്കരി. ഒരുപാട് സ്ഥലങ്ങളിൽ ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും ആരാധനാലയങ്ങളാണ് ക്ഷേത്രമായി മാറിയത്. പിടിയില്ലാത്ത അരിവാൾ കിട്ടിയാൽ അതൊരു ചന്ദ്രക്കലയായിരുന്നുവെന്നും മുസ്ലിങ്ങളുടെ ആരാധനാലയമാണ് എന്നൊക്കെ പറഞ്ഞു വരാം. അതുകൊണ്ടാണ് നിലവിലുള്ള ഒരു ആരാധനാലയത്തിന്റെയും 1947 അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പാടില്ല എന്ന് 91 പാർലമെന്റ് നിയമം പാസാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗ്യാൻവാപ്പി മസ്ജിദിന്റെ സ്വഭാവം മാറ്റാൻ കോടതിക്ക് കഴിയില്ല എന്നും അബ്ദുൽ ഹക്കീം അസ്കരി പറഞ്ഞു. ഇവിടെ 1991 ഉണ്ടാക്കിയ ആരാധനാലയങ്ങളുടെ കുറിച്ചുള്ള പ്രത്യേകമായ ആക്ട് അനുസരിച്ച് 1947 ശേഷമുള്ള ഒരാരാധനാലയത്തിന്റെയും സ്വഭാവം മാറ്റാൻ പാടില്ല. ഗുരുവായൂര് അല്ലെങ്കിൽ ശബരിമല ഇന്ന് ഹിന്ദുക്കളാണ് ഉപയോഗിക്കുന്നത്. അത് ബുദ്ധവിഹാരമാണ്. ധർമ്മശാല, ധർമ്മടം, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇന്ത്യയിൽ പരിശോധിച്ചാൽ ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും ആരാധനാ കേന്ദ്രങ്ങളാണ് പിന്നീട് അമ്പലങ്ങളായി മാറിയത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഭൂമി ഇളക്കി പരിശോധിച്ചാൽ അവിടെ അമ്മിയോ അമ്മിക്കുട്ടിയോ അല്ലെങ്കിൽ കലം ചട്ടി പാത്രങ്ങളോ അരിവാളോ അങ്ങനെ പണ്ട് കാലത്ത് ഉപയോഗിച്ച പലതരത്തിലുള്ള ആയുധങ്ങളും ഗൃഹോപകരണങ്ങളും ഒക്കെ കിട്ടും. ചിലതൊക്കെ കാണുമ്പോൾ ചിലരാരാധിക്കുന്ന വസ്തുക്കളെ പോലെ തോന്നും. ഒരു ഉദാഹരണത്തിന്, ഒരു പിടിയില്ലാത്ത അരിവാള് കിട്ടിയാൽ അതൊരു ചന്ദ്രക്കലയായിരുന്നു, ഇത് മുസ്ലിങ്ങളുടെ ആരാധനാലയമാണ്, അതിൻ്റെ മുകളിൽ വെക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു വരാൻ സാധിക്കും എന്നതുകൊണ്ടാണ് നിലവിലുള്ള ഒരാരാധനാലയവും 1947 അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പാടില്ല എന്ന് 1991 ഒരു നിയമം കൊണ്ടുവന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, എന്താണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ?
രഞ്ജിനി, ഗ്യാൻവാപ്പി പള്ളിയിൽ ആരാധന നൽകാൻ ഹിന്ദു വിഭാഗത്തിന് അനുമതി നൽകിയ ശേഷം വിവിധയിടങ്ങളിൽ നിന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട എതിർപ്പുകൾ വളരെ ശക്തമായി വരികയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ സുന്നി യുവജന സംഘം നേതാവ് ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്കരി ഈ വിഷയത്തിൽ വിമർശനവുമായി എത്തിയിരിക്കുന്നത്. ബുദ്ധവിഹാരമായ ശബരിമല ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഹിന്ദുക്കളാണ്. ഭൂമി ഇളക്കി പരിശോധിച്ചാൽ മറ്റു പലതും കിട്ടാൻ സാധ്യതയുണ്ട് എന്നും ഇത്തരം സാധ്യതകൾ കണക്കിലെടുത്താണ് 1991 പാർലമെന്റിൽ ഈ ആരാധനാലയങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിയമനിർമ്മാണം നടത്തിയതെന്നും പറയുന്നു. ശബരിമല ഇന്ന് ഹിന്ദുക്കൾ ഉപയോഗിക്കുന്നു. അതൊരു ബുദ്ധവിഹാരമാണ്. ധർമ്മശാല, ധർമ്മടം ഉൾപ്പെടെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും ആരാധനാലയങ്ങൾ ഉണ്ടായിരുന്നു. അവയാണ് പിന്നീട് അമ്പലങ്ങളായി മാറിയത്. ഇത്തരം ഇടങ്ങളിൽ ഭൂമി ഇളക്കി പരിശോധിച്ചാൽ അവിടെ അമ്മിയും അമ്മിക്കുട്ടിയും കലവും ചട്ടിയും പാത്രങ്ങളും അരിവാളും പഴയ ഗൃഹോപകരണങ്ങളുമൊക്കെ കിട്ടും. ചിലതൊക്കെ കാണുമ്പോൾ ചിലരൊക്കെ ആരാധിക്കുന്ന വസ്തുക്കളെ പോലെ തോന്നുകയും ചെയ്യും. പിടിയില്ലാത്ത അരിവാൾ കിട്ടിയാൽ അതൊരു ചന്ദ്രക്കലയായിരുന്നു, മുസ്ലിങ്ങളുടെ ആരാധനാലയമാണെന്നൊക്കെ പറഞ്ഞു വരാം. പക്ഷേ അതിന് യാതൊരു നിയമസാധുതയുമില്ല എന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും ഗ്യാൻവാപ്പി മസ്ജിദിന്റെ സ്വഭാവം മാറ്റാൻ ഈ ജില്ലാ കോടതിയുടെ വിധിക്ക് കഴിയില്ല എന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും ഈ മൗനം വെടിഞ്ഞ് പലരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളുമായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ കൂടി വേണം അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ വിലയിരുത്താൻ. ഇന്നലെ കാന്തപുരത്തിന്റെ ബിരുദദാന സമ്മേളനം കാന്തപുരം മർക്കസിൽ നടക്കുന്നുണ്ടായിരുന്നു. അവിടെയും അദ്ദേഹവും ഈ വിഷയത്തിൽ കാന്തപുരവും ഈ വിഷയം AB അബൂബക്കർ മുസ്ലിയാരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയിരുന്നു. ഗ്യാൻവാപ്പി അല്ലെങ്കിൽ ബാബറി മസ്ജിദൊക്കെ പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാമെന്നോ നിരാശപ്പെടുത്താമെന്നോ ആരും കരുതണ്ട എന്നും ന്യായമായ അവകാശങ്ങൾക്കൊപ്പം നിൽക്കാൻ രാജ്യത്തെ മതേതര വിശ്വാസികൾ തയ്യാറാക്കണമെന്നും ഒക്കെയുള്ള ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്നു. ഇതേ വേദിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ മകനും സുന്നി നേതാവും കൂടിയായ ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്കരി തന്റെ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. രഞ്ജിനി, ഈ അനീഷ, ഇതിലിപ്പോൾ ഈ ഗ്യാൻവാപ്പി പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു പ്രതികരണമായി കണ്ടപ്പോൾ അതിനപ്പുറം ഒരു വിവാദം ലക്ഷ്യമിട്ടുള്ള ഒരു പ്രതികരണമായി ഒന്നും നമുക്ക് കാണേണ്ടതില്ലല്ലോ അല്ലേ? തീർച്ചയായും ഗ്യാൻവാപ്പിയോടുള്ളൊരു പ്രതികരണം തന്നെയാണ് അദ്ദേഹത്തിന്റെ. കാരണം ഈ ഭൂമി ഇളക്കി പരിശോധിച്ചാൽ അവിടെ അമ്മിയും അമ്മിക്കുട്ടിയും കലവും ചട്ടിയും പാത്രങ്ങളും അരിവാളും പഴയ ആയുധങ്ങളും ഗൃഹോപകരണങ്ങളും ഒക്കെ കാണും എന്നാണ് പറയുന്നത്. എന്തായാലും അവിടെ നിന്നും ഒരു അരിവാൾ കിട്ടിയാൽ അതൊരു ചന്ദ്രക്കലയാണെന്നും മുസ്ലിങ്ങളുടെ ആരാധനാലയമാണെന്നും ഒക്കെ പറഞ്ഞു വരാം എന്ന് അദ്ദേഹം പറയുമ്പോൾ കൃത്യമായി തന്നെ ആരാധനാലയങ്ങൾ ചികഞ്ഞ് പരിശോധിച്ചാൽ ലഭിക്കുന്ന സാധന സാമഗ്രികളും അത്തരത്തിൽ സാധന സാമഗ്രികൾ ലഭിക്കുന്നത് കൊണ്ട് അതേതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെതാണ് എന്ന് പറയുന്നത് ഇന്ത്യൻ നിയമപ്രകാരം, പ്രത്യേകിച്ചും 1991 ആരാധനാലയങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമപ്രകാരം യാതൊരു തരത്തിലുമുള്ള നിയമസാധുത ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഒരു കോടതിക്കും ആ നിയമം മറികടന്ന് ഒരു ആരാധനാലയം മറ്റൊരാൾക്ക് കൈമാറുന്നതിന് സാധ്യമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും ഇരു വിഭാഗങ്ങളും ഇത്തരം ആരാധനാലയങ്ങളുടെ പേർ അവകാശവാദം ഉന്നയിക്കരുത് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. രഞ്ജിനി, ശരി. MS അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാനോ നിരാശപ്പെടുത്താമെന്ന് ആരും കരുതേണ്ട എന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. അതിക്രമിച്ചു കയറിയ ഒരു സ്ഥലത്ത് നടത്തുന്ന ആരാധന സ്വീകാര്യമല്ല എന്നതാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം. ആരാധന സ്വീകരിക്കപ്പെടണമെങ്കിൽ അത് നിർവഹിക്കപ്പെടുന്ന സ്ഥലം എല്ലാത്തരം അനീതികളിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടതാകണം. അങ്ങനെ നിർണ്ണയിക്കപ്പെട്ട സ്ഥലം എക്കാലത്തും ആരാധനാലയം തന്നെയായിരിക്കും. അവയില്ലെങ്കിൽ മറ്റൊരു ദിവസം മുസ്ലിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. കബയുടെയും അക്സ പള്ളിയുടെയും ചരിത്രം അതാണ് പഠിപ്പിക്കുന്നത്. മുസ്ലിങ്ങളുടെ ന്യായമായ അവകാശങ്ങൾക്ക് ഒപ്പം നിൽക്കാൻ ഈ രാജ്യത്തെ മുഴുവൻ മതേതര ജനാധിപത്യ വിശ്വാസികളും തയ്യാറാവണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി കോൺഗ്രസ്. തൃശൂരിൽ നിന്ന് കോൺഗ്രസിന്റെ മഹാജനസഭ. KPCC പ്രസിഡന്റ് K. സുധാകരൻ MP അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 3:30 തേക്കിൻകാട് മൈതാനത്ത് നടക്കുന്ന സമ്മേളനത്തിൽ 1 ലക്ഷത്തോളം പേർ അണിനിരക്കും. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നു. പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കത്തിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുന്നു. അത് തൃശൂർ തെരഞ്ഞെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ രാഷ്ട്രീയ മാനവും ഏറെയാണല്ലോ. എങ്ങനെയാണ് കാണേണ്ടത്?
തീർച്ചയായും രഞ്ജിനി, ഏറെ രാഷ്ട്രീയ മാനങ്ങൾ ഉള്ളതാണ് കോൺഗ്രസിന്റെ ഇന്ന് നടക്കുന്ന മഹാജനസഭ. ഉച്ചയ്ക്ക് 3:30 മഹാജനസഭ ചേരുക. ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുന്നുണ്ട്. അദ്ദേഹം അഭിവാദ്യം ചെയ്യുന്നത് മണ്ഡലം കമ്മിറ്റി മുതൽ AICC വരെയുള്ള നേതാക്കളെയും ബൂത്ത് തലത്തിലുള്ള പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, BLOമാരെയുമാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത്. ഒപ്പം ഇതോടുകൂടി ഒരു ചടുലമായ പ്രവർത്തനത്തിന് ആക്കം കൂടും എന്നൊരു പ്രതീക്ഷ കോൺഗ്രസിനുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ തൃശൂർ തെരഞ്ഞെടുത്തതിലും ഏറെ പ്രാധാന്യമുണ്ട്. തൃശൂരാണ് BJP ഏറെ ലക്ഷ്യം വെക്കുന്നത്. BJP A+ മണ്ഡലമായി കരുതുന്നതും തൃശൂരാണ്. ഇവിടെ സുരേഷ് ഗോപിയെ മത്സരിപ്പിച്ച് കേന്ദ്രമന്ത്രിസഭയിൽ എത്തിക്കുക എന്നൊരു ലക്ഷ്യമാണ് BJP ലക്ഷ്യം വെക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് തൃശൂരിൽ നിന്ന് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നീക്കങ്ങൾ തുടങ്ങാൻ കോൺഗ്രസും തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വേണം നമുക്ക് പറയാൻ. ഒരു ത്രികോണ മത്സരം നടക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ തൃശൂർ കാണുന്നത്. ഇടതുപക്ഷത്തിൽ നിന്ന് VS സുനിൽകുമാർ, കോൺഗ്രസിന്റെ TN പ്രതാപൻ, ഒപ്പം സുരേഷ് ഗോപിയും എത്തുമ്പോൾ വേറെ തരത്തിലേക്കുള്ള ഒരു മത്സരമായി ഇത് മാറും എന്നൊരു പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസും ഇവിടെ നിന്ന് തന്നെ ഒരു തെരഞ്ഞെടുപ്പിന് കാഹളം മുഴക്കുന്നത്. ഏതായാലും ഇന്ന് വൈകിട്ട് 3:30 ഈ മഹാജനസഭ ചേരുക. ഒപ്പം നാളെ UDFന്റെ ഉന്നതാധികാര സമിതിയുമുണ്ട്. ഇതോടുകൂടി ഈ ഇന്നത്തെ സമ്മേളനത്തോടുകൂടി സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടക്കാനുള്ള ശ്രമങ്ങളാണ് UDF നടത്തുന്നത്. നാളത്തെ ഉന്നതാധികാര സമിതിയിൽ ഈ സീറ്റ് വിഭജന ചർച്ചകൾ പ്രധാനമായും ഉയരും. ഏതായാലും 15 സീറ്റുകളിലും കോൺഗ്രസിന്റെ സിറ്റിംഗ് MPമാർ മത്സരിക്കണം എന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. ചിലയിടങ്ങളിൽ മാത്രമാണ് മാറ്റമുണ്ടാവുക. ഏതായാലും MPമാരുടെ പ്രവർത്തന മികവ് വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു സർവേ റിപ്പോർട്ട് അത് AICCയുടെ പക്കലുണ്ട്. അതനുസരിച്ചായിരിക്കും സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാവുക. ഒപ്പം തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നതിനാൽ K സുധാകരൻ മത്സരിക്കാനില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ മഹാജനസഭ ഇന്ന് തൃശൂരിൽ നടക്കുകയാണ്. വലിയ ഒരുക്കങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. രഞ്ജിനി, ശരി, സുവിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. കോട്ടയം ലോക്സഭാ സീറ്റിൽ ഫ്രാൻസിസ് ജോർജ് സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ ഉന്നതാധികാര സമിതി നാളെ തിരുവനന്തപുരത്ത് യോഗം ചേരും. കോൺഗ്രസിന്റെ കൂടി നിർദ്ദേശം പരിഗണിച്ചാണ് ഫ്രാൻസിസ് ജോർജിന്റെ പേരിലേക്ക് എത്തിയത്. വിവരങ്ങളുമായി G. ശ്രീജിത്ത് ചേരും. ശ്രീജിത്ത്, ഈ ഫ്രാൻസിസ് ജോർജിന്റെ പേര് കോട്ടയത്ത് ഉറപ്പിക്കാനായോ? തീർച്ചയായും ഉറപ്പിക്കാം രഞ്ജിനി. ഫ്രാൻസിസ് ജോർജ് എന്ന ഒറ്റ പേരിലേക്ക് കേരള കോൺഗ്രസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. ഏറെ കാലങ്ങളായി പല പേരുകളും ചർച്ചയിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് PC തോമസും MP ജോസഫ് ഉൾപ്പെടെയുള്ള പല പേരുകളും ഉണ്ടായിരുന്നു. പക്ഷെ കോൺഗ്രസ് നിർദ്ദേശം ഫ്രാൻസിസ് ജോർജ് എന്ന പേരിലാണ്. ആദ്യഘട്ടത്തിൽ അവർ മോൻസ് ജോസഫിനോട് മത്സരിക്കുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. വിജയസാധ്യതയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇവിടെ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത്. ഈ കോട്ടയം UDFന്റെ ഒരു കോട്ടയാണ് അവർ എക്കാലത്തും വിശേഷിപ്പിക്കുന്നത്. ആ കോട്ട നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല അവിടെ. അതുകൊണ്ട് തന്നെ അത്രയും മുതിർന്ന നേതാക്കൾ തന്നെ വേണം. മുതിർന്ന നേതാവ് എന്ന് പറയുമ്പോൾ PC തോമസിനൊക്കെ അനുഭവ സമ്പത്തുള്ള നേതാവാണ്. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ തവണ ഇവിടെ BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥി ആയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിനൊരു നെഗറ്റീവായി ഉയർന്നു വരികയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കോൺഗ്രസ് നിർദ്ദേശം അനുസരിച്ച് ഫ്രാൻസിസ് ജോർജ് തന്നെ മത്സരിക്കും എന്ന് തന്നെയാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. നാളെ വൈകുന്നേരം UDF ചേർന്ന് സീറ്റുകൾ സംബന്ധിച്ചുള്ള അന്തിമ ധാരണയിലെത്തും. നാളെ വൈകുന്നേരം 5 മണിയോടുകൂടി തിരുവനന്തപുരത്താണ് ഉന്നതാധികാര സമിതി യോഗം ചേരുക. ആ യോഗം PJ ജോസഫിനെ ചുമതലപ്പെടുത്തും. PJ ജോസഫ് തുടർന്ന് ഏത് നിമിഷവും നേതാക്കളുമായി ഒരു അന്തിമവട്ട ആശയവിനിമയം നടത്തി ഒരുപക്ഷെ മറ്റന്നാളോ ഏറ്റവും അടുത്ത ദിവസങ്ങളിലോ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും ചെയ്യും. ശ്രീജിത്താണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. കേരളത്തിന് കേന്ദ്ര സഹായം ലഭിക്കാത്ത സാഹചര്യമുണ്ട് എന്ന് അബ്ദുൾ സമദ് സമദാനി MP. കേരളത്തിന് അർഹിക്കുന്ന പലതും കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്നില്ല. UDF MPമാർ ഒന്നും ചെയ്യുന്നില്ല എന്നത് വെറുതെ പറയുന്നതാണെന്നും ഇതിനായി പലതവണ കേരളത്തിലെ MPമാർ കേന്ദ്രത്തെ സമീപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സഹായം ചിലതൊക്കെ കിട്ടേണ്ടതായിട്ടുണ്ട്. ആ വിഷയത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അത് ചോദിച്ചിട്ടില്ല എന്നെങ്ങനെ പറയാം? അത് നമ്മളൊക്കെ ഓരോ രീതിയിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ കേരളത്തിലുള്ള MPമാർ ഒന്നിച്ച് അത് ചോദിക്കാനുള്ള പ്രയത്നങ്ങളിൽ, സംരംഭങ്ങളിൽ പങ്കാളികളായിട്ടുണ്ട്. അതായത് LDFും UDFും ഒന്നിച്ച് ചേർന്നിട്ട്. UDF ഒറ്റക്ക് എന്നൊക്കെ ഞങ്ങളും നടത്തിയിട്ടുണ്ട്. ഉണ്ടാവുമല്ലോ, ചില വിഷയങ്ങൾ അങ്ങനെയും കാണുമല്ലോ. രാഷ്ട്രീയമായിട്ടൊക്കെ അല്ലറ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളല്ലല്ലോ, ചില പ്രധാന അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടല്ലോ. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ള വിഷയങ്ങളിൽ
ഞങ്ങൾ ഒറ്റയ്ക്ക് സമീപിച്ചിട്ടുണ്ട്. കേരളത്തിന് കൊടുക്കണമെന്നാണ് എപ്പോഴും പറയണത്. പിന്നെ എപ്പോഴൊക്കെ MPs കോൺഫറൻസ് മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടിയോ അവിടെയൊക്കെ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ കാര്യത്തിലും സംസ്ഥാനത്തിന്റെ കാര്യങ്ങളിൽ ഒന്നിച്ചാണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിന് ഇപ്പോൾ ഈ ബജറ്റിലൊന്നുമില്ലല്ലോ. കേരളത്തിൽ പല കാര്യങ്ങളും ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ചിറ്റമ്മ നയം അങ്ങനെ എന്നൊന്നും പറയാനല്ല. കേരളത്തിന് ഇപ്പോൾ ഈ തവണ ഇപ്പോൾ നമ്മൾ ഈ എയിംസ് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കേരളത്തിന് കിട്ടേണ്ടതാണ്. എല്ലാ തവണയും പറയുന്നതാണ്. അതുപോലൊക്കെയുള്ള വളരെ ലഭിക്കേണ്ടതായിട്ടുള്ള അവകാശങ്ങളുണ്ടല്ലോ, കേരളത്തിൻ്റെ വിഹിതമുണ്ടല്ലോ, അത് ലഭിക്കുന്ന കാര്യത്തിൽ പോരായ്മകളുണ്ട്. അല്ല, അത് പല ഇന്നതിലെന്നല്ല, അത് പല ഘട്ടങ്ങളിലും വെളിവായപ്പോഴൊക്കെ കേരളത്തിലെ MP-മാർ അതിന് പരിശ്രമിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇന്ത്യ മുന്നണിയെ ഒന്നിച്ച് മത്സരിച്ചാലും ഭിന്നിച്ച് മത്സരിച്ചാലും ലക്ഷ്യം BJP-യെ തോൽപ്പിക്കുക എന്നതാണെന്ന അബ്ദുസ്സമദ് സമദാനി MP. ഇന്ത്യ സഖ്യം ശക്തിപ്പെട്ടു വരികയാണ്. രാഹുൽ ഗാന്ധി പ്രത്യാശയാണെന്നും വയനാട്ടിൽ മത്സരിച്ചാൽ അത് ഗുണം ചെയ്യുമെന്നും അബ്ദുസ്സമദ് സമദാനി ന്യൂസ് 18നോട് പറഞ്ഞു. പ്രതിപക്ഷങ്ങൾ ഒന്നിക്കുക എന്നതിനേക്കാൾ ഓരോ പ്രതിപക്ഷം ഒന്നിക്കുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾ വളരെ സംഘടിതരാണല്ലോ ഇതിനെതിരെ. ഇപ്പം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ, പ്രതിപക്ഷങ്ങൾ ഒന്നിച്ച് മത്സരിച്ചാലും അല്ലാതെ മത്സരിച്ചാലും അത് എത്ര കണ്ട് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നുള്ള അപ്പോൾ മാത്രം വോട്ടിലൂടെ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ ഒരു പരസ്പര ധാരണ ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾക്കുണ്ടല്ലോ. പിന്നെ ഇന്ത്യ സഖ്യത്തിന് അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. ഇന്ത്യ സഖ്യം ശക്തിപ്പെട്ടു വരിക തന്നെയാണ്. അത് തുടങ്ങിയ പോലെയല്ല എന്നുള്ളത്. പല സ്റ്റേറ്റുകളിലും ഒരു സമവായമായി കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യ സഖ്യം ഒരു വലിയ യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യം മാത്രമല്ല, അതിൻ്റെ പിന്നിൽ ജനമുണ്ട്. അതിൻ്റെ പിന്നിലുള്ള ജനമല്ലേ ശ്രീ രാഹുൽ ഗാന്ധി നടത്തുന്ന അദ്ദേഹത്തിൻ്റെ ഭാരത് ജോഡോ യാത്രയിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ച അതാണല്ലോ. രാഹുൽ ഇന്ത്യയുടെ വലിയ ഒരു പ്രത്യാശ, അദ്ദേഹത്തിൻ്റെ പിതാമഹൻ നെഹ്റുവിനെ പോലെയുള്ള ഒരു അപാത ചൂഢം മതേതരവാദി, പിന്നെ വ്യക്തിത്വത്തിൻ്റേതായിട്ടുള്ള ഒരു എളിമയും തെളിമയും വളരെ അദ്ദേഹത്തിൻ്റെ അകം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ ആഴം. അദ്ദേഹം മത്സരിച്ചാൽ ഗുണം ചെയ്യുമല്ലോ. രാഹുലിൻ്റെ സാന്നിധ്യം തന്നെ വളരെ പോസിറ്റീവാണ്. അത് ഇന്ത്യ സഖ്യത്തിന് മാത്രമല്ല, ജനങ്ങൾക്ക് പോസിറ്റീവാണ്. കേന്ദ്ര സർക്കാരിന്റെ പല നയങ്ങളും മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന അബ്ദുസ്സമദ് സമദാനി MP. എന്നാൽ അത് രാജ്യത്തിന്റെ കാഴ്ചപ്പാടല്ല. ഇന്ത്യൻ ജനതയുടെ ബഹുസ്വര മനസ്സിന് മാറ്റമില്ല എന്നും രാജ്യം കെട്ടിപ്പടുത്തത് എല്ലാവരും ചേർന്നാണെന്നും സമദാനി പറഞ്ഞു. ഇന്ത്യ രാജ്യം എന്നും ഇവിടുത്തെ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊണ്ടിട്ടുള്ള രാജ്യമാണ്. ഇന്ത്യ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലാണ്. ഇന്ത്യയിൽ എല്ലാ ജനവിഭാഗങ്ങളും എല്ലാ മതസ്ഥരും സ്വാഗതം ചെയ്യപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യയെ കെട്ടിപ്പടുത്തതും എല്ലാവരും കൂടിയിട്ടാണ്. വന്നു ചേർന്നതല്ലല്ലോ, ഇവിടെ ഉള്ളവർ തന്നെയല്ലേ ഇതെല്ലാം. വന്നു ചേർന്നതൊക്കെ വളരെ കുറഞ്ഞ ആളുകളൊക്കെ അല്ലേ വന്നിട്ടുള്ളൂ. അല്ല, അതില്ല. അതായത് രാഷ്ട്രീയമായിട്ട് ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള നയങ്ങളും സംഗതികളൊക്കെ അങ്ങനെയുണ്ട് എന്നല്ലാതെ ഇന്ത്യൻ ജനതയുടെ മനസ്സ്, ഇന്ത്യൻ ജനതയുടെ ബഹുസ്വര മനസ്സ്, അതിന് മാറ്റില്ല. ഇന്ത്യയുടെ സ്വഭാവത്തിനും മാറ്റില്ല. ഇന്ത്യയുടെ മാറ്റം കഴിയില്ല. ഇന്ത്യയുടെ അത് മാറ്റത്തിരുത്തലുകൾക്ക് അതീതമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യയുടെ ഹൃദയം മതേതരമാണ്, ഇന്ത്യ ബഹുസ്വരമാണ്. അത് ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് വെച്ചിട്ട് ഇന്ത്യ പോലുള്ളൊരു മഹത്തായ രാജ്യത്തെ വിലയിരുത്താൻ കഴിയില്ല. കേന്ദ്ര സർക്കാർ മതത്തെ ദുരുപയോഗം ചെയ്യുകയാണെന്ന് അബ്ദുസ്സമദ് സമദാനി. രാജ്യം പാസാക്കിയ നിയമത്തെ നോക്കുകുത്തിയാക്കിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. രാജ്യത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ മറച്ചുവെക്കുകയാണ് BJP-യുടെ ലക്ഷ്യമെന്നും ബജറ്റിനെ പോലും രാഷ്ട്രീയ പ്രസ്താവനയാക്കിയെന്നും സമദാനി വിമർശിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ രാജ്യത്ത് അടിസ്ഥാനപരമായ ജനകീയ പ്രശ്നങ്ങൾ അവഗണിക്കപ്പെടുന്നു. ഈ ബജറ്റിലും അത് കണ്ടു. സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമരം കർഷക സമരമാണ്. ഏറ്റവും ദീർഘകാലം നീണ്ടുന്നു. ഈ കൃഷിക്കാർ സമരം ചെയ്യേണ്ട ഒരു കാരണം
അതിനുള്ളൊരു സാഹചര്യം എങ്ങനെ ഉണ്ടായി ഗാന്ധിജിയുടെ നാട്ടിൽ? ഭരണഘടനാപരമായിട്ടുള്ള സംഗതികളാണ്, അതിനെയാണ് ലംഘിക്കുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ 1991 പാസ്സാക്കിയ നിയമം എല്ലാവരും സ്വാതന്ത്ര്യം ലഭിക്കുന്ന അന്നുള്ള അവസ്ഥ അതൊരു പരിഹാരമായിട്ട് വന്നതാണ്, അതൊരു വലിയ സമവായമായിട്ട് വന്നതാണ്. പാർലമെൻറ്റ് പാസ്സാക്കിയതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പാർലമെൻറ്റിനെ പോലും നോക്കി കുത്തിയാക്കിക്കൊണ്ട് പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങളെ തന്നെ നിഷേധിച്ചുകൊണ്ടുള്ള നടപടിയാണ് കാണാൻ സാധിക്കുന്നത്. അത് നിയമവാഴ്ചയുടെ പോലും പ്രശ്നമാണ്. ഇത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്, എല്ലാം തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ ഈ ഇടക്കാല ബജറ്റ് ഓട്ടോൺ അക്കൗണ്ട് തെരഞ്ഞെടുപ്പാണ്. അതിൽ പ്രത്യേകിച്ച് വേറൊന്നുമില്ല, ഇലക്ഷൻ കണ്ടുകൊണ്ട് അത് വളരെ പ്രകടമായിട്ട് പറയുന്നുണ്ട്. അതിൽ ബഹുമാനപ്പെട്ട ധനമന്ത്രി പ്രസംഗത്തിൻ്റെ ഇടയിൽ ഞങ്ങൾ ഏറ്റെടുക്കുമ്പോഴുള്ള അവസ്ഥ എന്തായിരുന്നു, പിന്നെ അതിന് ശേഷമുള്ള അവസ്ഥ എന്തായി, ഇതിനെക്കുറിച്ച് ഞങ്ങളൊരു വ്യക്തമായ രേഖ കൊണ്ടുവരും, ഇനി അടുത്ത തവണ നമ്മൾ തന്നെ അവതരിപ്പിക്കും. അങ്ങനെ രൂപയൊക്കെയില്ല നമുക്ക്. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയ്ക്ക് ക്ഷണം ലഭിച്ചിട്ടില്ല എന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്. പല വലിയ പരിപാടികൾക്കും ക്ഷണം ലഭിക്കാറില്ല എന്നും ക്ഷണം ചോദിച്ചു വാങ്ങുന്നത് എങ്ങനെയെന്നുമായിരുന്നു അഖിലേഷ് യാദവിന്റെ പ്രതികരണം. സുപ്രീം കോടതിയെ രൂക്ഷമായി വിമർശിച്ച് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. നരേന്ദ്രമോദിക്ക് പ്രയാസമുണ്ടാകാത്ത വിധികളാണ് സുപ്രീം കോടതിയുടേത്. ഭരണഘടനയുടെ 370 വകുപ്പ് റദ്ദാക്കിയ വിധി കോടതിയുടെ ചരിത്രത്തിന് തന്നെ അപമാനകരമാണ്. അദാനിയുമായി ബന്ധപ്പെട്ട കേസ് വന്നപ്പോൾ വാദി പ്രതിയാകുന്ന അവസ്ഥയുണ്ടായെന്നും നാണമില്ലേ സുപ്രീം കോടതി എന്ന് ചോദിക്കേണ്ടി വരുമെന്നും MA ബേബി വിമർശിച്ചു. ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, ഇന്ത്യൻ പീനൽ കോഡ്, അങ്ങനെ അതിന്റെ പേരുകൾ മാറ്റുക മാത്രമല്ല അതിന്റെ ഉള്ളടക്കം തന്നെ മാറ്റിക്കൊണ്ട് ദൂരവ്യാപക പ്രത്യാഘാതം ഉളവാക്കുന്ന നിയമങ്ങൾ പ്രതിപക്ഷത്തെ മുഴുവൻ സഭയിൽ നിന്ന് ചട്ടങ്ങൾ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് പുറത്താക്കി പാസ്സാക്കുന്ന, അപ്പം പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തെ നേരിട്ട് കടന്നാക്രമിക്കുക, ഇന്നതേ ചെയ്തുകൂടൂ എന്നുള്ള യാതൊരു ഫാസിസ്റ്റ് സമീപനങ്ങളും നടപടികളും കൈക്കൊള്ളാതെ തന്നെ സ്വന്തം ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന വിധത്തിൽ സുപ്രീം കോടതിയെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം നരേന്ദ്രമോദിക്ക് പ്രയാസമുണ്ടാക്കാത്ത വിധിയെ സുപ്രീം കോടതി പറയുന്നു. ഉത്തരവാദിത്വബോധത്തോടുകൂടി ഞാൻ പറയുകയാണ്. ഭരണഘടനയുടെ 370 വകുപ്പ് റദ്ദാക്കിയതിനെ കുറിച്ചുള്ള സുപ്രീം കോടതിയുടെ വിധി സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ അവർക്ക് അപമാനകരമാണ്. വയനാട് മാനന്തവാടിയിലെ ജനവാസ കേന്ദ്രത്തിൽ നിന്നും വനവകുപ്പ് മയക്കുവെടി വെച്ച ശേഷം ചെരിഞ്ഞ കാട്ടാന തണ്ണീർക്കൊമ്പന്റെ ശരീരത്തിൽ പെല്ലറ്റ് കൊണ്ട പാടുകൾ. കൃഷിയിടത്തിലെ ജനവാസ മേഖലയിലോ എത്തിയപ്പോൾ തുരത്താൻ ഉപയോഗിച്ചതാകാമെന്നാണ് സംശയം. തണ്ണീർക്കൊമ്പനെ കേരള വനമേഖലയിൽ കണ്ടപ്പോൾ തന്നെ കേരള കർണാടക വനംവകുപ്പുകൾ തമ്മിൽ ആശയവിനിമയം നടത്തി. എന്നാൽ കൃത്യമായ ലൊക്കേഷൻ സിഗ്നൽ പല ഘട്ടങ്ങളിലും ലഭിക്കാതിരുന്നത് ട്രാക്ക് ചെയ്യാൻ തടസ്സമായെന്നും റിപ്പോർട്ടുകളുണ്ട്. എറണാകുളത്ത് വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 3 പേർ മരിച്ചു. കോതമംഗലത്ത് ബൈക്ക് യാത്രക്കാരായ 2 പേരും തൈക്കുടത്ത് ഒരാളുമാണ് മരിച്ചത്. ഡാനി പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ഡാനി, 3 മരണമാണ്, എന്താണ് വിശദാംശങ്ങൾ? ഡാനി, കേൾക്കാമോ? 3 മരണം ജില്ലയിൽ നിന്നുണ്ടായിരിക്കുന്നു, വിശദാംശങ്ങൾ എങ്ങനെയാണ്? രഞ്ജിനി, എറണാകുളത്തും അതോടൊപ്പം തന്നെ കോതമംഗലം നെല്ലിക്കുഴിയിലുമാണ് ഈ അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. 3 മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. 3 ചെറുപ്പക്കാര് ബൈക്ക് യാത്രക്കാര് മരിച്ചിരിക്കുന്നു. കോതമംഗലം നെല്ലിക്കുഴിയിലുണ്ടായ വാഹനാപകടത്തിലാണ് 2 പേർ മരിച്ചത്. ഞാറക്കൽ എടവനക്കാട് അമാനുദ്ദീൻ 28 വയസ്സ്, ഒപ്പം തന്നെ സഹയാത്രികനായിരുന്ന മുഹമ്മദ് സാജിദ് 23 വയസ്സ്. ഇവർ 2 പേരുമാണ് ഇവിടെ മരിച്ചത്. സമീപത്തെ കാനയിൽ തെറിച്ചു വീണ് കിടക്കുന്ന നിലയിലായിരുന്നത് ബൈക്ക് അടക്കമുണ്ടായിരുന്നത്. ഇവർ വിനോദയാത്രയ്ക്കായി 2 ദിവസം മുമ്പ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ് എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പുലർച്ചെ 4 മണിയോടെ ബൈക്ക് വഴിയിൽ മറിഞ്ഞു കിടക്കുന്നതാണ് കണ്ടത്. ഇതുവഴി കടന്നുപോയ നടത്തിയ തെരച്ചിലാണ് ഇവരെ 2 പേരെയും സമീപത്തെ കാനയിൽ വീണ് കിടക്കുന്ന നിലയിലേക്ക് കണ്ടെത്തിയത്. തുടർന്ന് ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. 2 പേരെ ശരീരങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു.
ഈ അപകടത്തിലാണ് രണ്ടുപേര് മരണം ഉണ്ടായിരിക്കുന്നത്. കൊച്ചിയിലുണ്ടായ അപകടം തൈക്കോടത്താണ്. എറണാകുളം തൈക്കോടത്ത് ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു അപകടം ഉണ്ടായത്. ബൈക്ക് മെട്രോ തൂണിലിടിച്ചാണ് യുവാവ് മരിച്ചത്. ജയശങ്കർ തമ്പി എന്ന 26 വയസ്സുള്ള യുവാവാണ് അപകടത്തിൽ മരിച്ചത്. അങ്ങനെ 2 അപകടങ്ങളിലായി 3 പേരുടെ ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത്. ഡാനിയാണ് വിശദാംശങ്ങൾ നൽകിയത്. പത്തനംതിട്ട കുരുമ്പാലിയിൽ കാറും KSRTC ബസും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. കാറിൽ യാത്രക്കാരനായിരുന്ന തിരുവനന്തപുരം പട്ടം സ്വദേശി ജോസഫ് ഈപ്പനാണ് മരിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശശിനാരായണൻ ചേരുന്നു. ശശി, എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? ഇന്ന് രാവിലെയാണ് അടൂർ കുരമ്പാല സമയത്ത് KSRTC കാറിൽ കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചത്. തിരുവനന്തപുരം സ്വദേശിയായ ജോസഫ് ആണ് മരിച്ചത്. കൂടെ യാത്ര ചെയ്യുന്ന കാറിനകത്തുണ്ടായിരുന്ന ഡ്രൈവറായ കരുനാപ്പള്ളി സ്വദേശി അബിക്ക് ഗുരുതരമായി പരിക്കേറ്റു. എന്തായാലും ഈ കുരമ്പാല ജംഗ്ഷന് സമീപം അമൃത വിദ്യാലയ സമീപമാണ് ഈ അപകടമുണ്ടായത്. രാവിലെ 6:45 അപകടമുണ്ടായത്. തിരുവനന്തപുരത്ത് ഭാഗത്തേക്ക് പോയ KSRTC ബസും അടൂർ ഭാഗത്ത് നിന്നും ഉള്ള കാറും തമ്മിലാണ് കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. അപകടത്തിൽ പരിക്കേറ്റവരെ ബാക്കിയുള്ളവരെ അടൂർ ജില്ലാ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. എന്തായാലും ഈ 2 പേരിൽ ഒരാളാണ് ഈ കാറിലുണ്ടായിരുന്ന തിരുവനന്തപുരം സ്വദേശിയായ തിരുവനന്തപുരം പട്ടം വൃന്ദാവൻ ഗാർഡൻസിൽ ജോസഫ് ഈപ്പൻ എന്ന ആളാണ് മരിച്ചത്. ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഈ ഡ്രൈവറെ കരുനാപ്പള്ളി സ്വദേശി അബിയെ അടൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. യെസ്, ശശിനാരായണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾ